എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഏത്തപ്പഴം റോസ്റ്റാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഏത്തപ്പഴം റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ഒരു അര ഉണ്ട ശർക്കരയാണ് വേണ്ടത്. ശർക്കര മുഴുവനും പാകത്തിന് ചീകി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതൊന്ന് പാനിയാക്കണം. ശർക്കര നല്ലപോലെ കനം കുറച്ച് ചീകിയാണ് എടുത്തിരിക്കുന്നതെങ്കിലും അതിൽ ചെറിയ കട്ടകളൊക്കെ കാണും. അത് നല്ലപോലെ ഒന്ന് ഉരുക്കിയാൽ മാത്രമേ ഏത്തപ്പഴത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ശർക്കര പാനി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്തോരം പാനിയാക്കാനാണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ശർക്കര മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ശർക്കര പാനി തയ്യാറാക്കി കിട്ടും. നമ്മുടെ ശർക്കര പാനി അങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പാകത്തിന് കട്ടയെല്ലാം ഉരുകി നല്ലപോലെ പാനിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പാനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ശർക്കര പാനി മുഴുവനും വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അവലാണ്. ഈ ശർക്കര പാനിക്ക് ആവശ്യമായിട്ടുള്ള അവൽ കൂടി എടുക്കാം. 2 പിടി അവലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള അവൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. കൂടെ കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരമുറി തേങ്ങ ഫുള്ള് ചരണ്ടിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങയും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഏലക്ക പൊടിയാണ്. ഒരു 5 ഏലക്ക നല്ലപോലെ പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. ഏലക്ക എപ്പോഴും മുഴുവനായിട്ട് ഇടുന്നതിൽ നല്ലത് അത് നല്ലപോലെ ഒന്ന് ചതച്ച് അരിയെല്ലാം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ജീരകമാണ്. ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അവൽ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശർക്കര പാനി എടുത്ത് നിൽക്കുന്ന പോലെ തോന്നിയ കാരണം കുറച്ചുകൂടി അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുത്തിരിക്കുന്ന എല്ലാം ഒരേ അളവിൽ വരുന്ന പോലെ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. അതുകൊണ്ടാണ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നത്. പഴം പൊരിക്കുന്ന സമയത്ത് നമ്മളതിൽ അവൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് എടുത്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം പഴത്തിനകത്ത് നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ. അവലും ശർക്കരയൊക്കെ ഒരേ അളവിൽ വരുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അവൽ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് നല്ല ഏത്തയ്ക്ക പഴമാണ്. നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം എടുക്കുക. അതിന് നല്ലപോലെ തൊണ്ട് പൊളിച്ച് വൃത്തിയാക്കി കൂടി എടുക്കാം. പഴം മുഴുവനും തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പഴമെല്ലാം തൊലി കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് പഴത്തിനുള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ കത്തി വെച്ച് നമ്മളൊരു പകുതി ഭാഗത്തോളം നല്ലപോലെ കത്തി വെച്ചൊന്ന് പൊളന്നെടുക്കണം. പൊളന്നെടുത്തതിന് ശേഷം അതിനിടയ്ക്ക് നല്ലൊരു ഗ്യാപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ നിറച്ച് കൊടുക്കണം. അവൽ നിറച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ബലത്തിൽ ഉള്ളിലേക്ക് അമർത്തി വെച്ച് കൊടുക്കരുത്. പഴം നടുവെ പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ വളരെ ബലം കുറച്ച് വേണം ഫില്ല് ചെയ്യാൻ. ഇനി അവൽ ഒട്ടും ഗ്യാപ്പ് വരാത്ത പോലെ മാക്സിമം അതിൽ നിറച്ച് കൊടുക്കുക. അവൽ ഫുള്ളായിട്ട് തന്നെ നമ്മൾ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടും ഗ്യാപ്പ് വരാത്ത പോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ പഴം നിറച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാറ്റി വെക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്യാം. നടുഭാഗം മാത്രം
കത്തി വെച്ചൊന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം ഒരു ഗ്യാപ്പ് വരുത്തിയതിന് ശേഷം അതിലേക്ക് അവലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള പഴങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൂടി എടുക്കാം. നമ്മളങ്ങനെ എടുത്തിട്ടുള്ള എല്ലാ പഴവും അവൽ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി പഴമെല്ലാം നമുക്ക് പൊരിച്ചുകൂടി എടുക്കണം. പൊരിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് മൈദാമാവ് വേണം. ഒരു 3 തവി മൈദാമാവാണ് എടുക്കുന്നത്. നമ്മളിവിടെ ഒരു 7 പഴമാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മൈദാമാവിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴത്തിന് നല്ല മധുരം ഉള്ളതാണെങ്കിൽ കൂടി നമ്മൾ മാവിൽ സെപ്പറേറ്റ് ആയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ മാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അടുത്തായിട്ട് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മാവ് നല്ലപോലെ മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ മിക്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുക. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പാകം മാറിപ്പോവും. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും മാവ് വെച്ച് നമുക്ക് വീണ്ടും മിക്സ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് അങ്ങനെ പാകത്തിന് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലെ കട്ടയെല്ലാം നല്ലപോലെ ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മാവ് പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഴം ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നത്. ആ സമയത്ത് നല്ലപോലെ മാവ് അതിൽ തന്നെ നിൽക്കണം. വെള്ളം കുറച്ചെങ്കിലും കൂടിപ്പോയി കഴിഞ്ഞാൽ പഴത്തിൽ നല്ലപോലെ മാവ് പിടിച്ചിരിക്കില്ല. ഇനി പഴം പൊരിച്ചെടുക്കാവുന്നതാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് അതിൽ വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. എണ്ണ അങ്ങനെ പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി പഴമെല്ലാം നല്ലപോലെ മാവിലൊന്ന് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ മാവിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പഴം ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. നമ്മളങ്ങനെ എണ്ണയിലേക്ക് 2 പഴവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഒരു വശം പൊള്ളി വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്ത് മറുവശം കൂടി നല്ലപോലെ പൊള്ളിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ പഴത്തിൻ്റെ ഒരു വശം നല്ലപോലെ പൊള്ളി വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് മറുവശം കൂടി ഒന്ന് പൊള്ളിച്ചെടുക്കാം. നമ്മൾ ചട്ടകം കൊണ്ട് എടുക്കാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചീനച്ചട്ടിയിൽ നിന്ന് വിട്ടു പോരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വശം നല്ലപോലെ പൊള്ളിയെന്നാണ്. അത് ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മറുവശത്തേക്കും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. ഇത് നമ്മുടെ വാഴയ്ക്ക അങ്ങനെ ഫുള്ളായിട്ട് നല്ലപോലെ പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. പഴം പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് ഇനി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പഴങ്ങളെല്ലാം മാവിൽ നല്ലപോലെ ഒന്ന് മുക്കി നമുക്ക് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ബാക്കിയുള്ള പഴങ്ങളും കൂടി ഇതുപോലെ തന്നെ നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട്. നിമിഷ നേരം മതി നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ്.
ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പഴങ്ങളും നമുക്ക് പൊരിച്ചെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു 4 മണി പലഹാരമാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതായിരിക്കും എല്ലാവർക്കും ബൈ.